എല്ലാവർക്കും നമസ്കാരം. വെർച്വ വൈബ്സ് ദി ലിറ്റിൽ ലാൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മീനമാസത്തിലെ അതിവിശിഷ്ടമായ ഒരു വ്രതത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ പൈങ്കുനി ഉത്രമാണ്. ഏപ്രിൽ 11 വെള്ളിയാഴ്ച പൈങ്കുനി ഉത്രമാണ്. ഏപ്രിൽ 10 12:24 PM ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ 11 3:10 PM വരെയാണ് ഉത്തര ഫാൽഗുനി അല്ലെങ്കിൽ ഉത്രം നക്ഷത്രം നിലനിൽക്കുന്നത്. അപ്പോൾ 2025 ഏപ്രിൽ 11 സൂര്യോദയം 6:13 AM സൂര്യാസ്തമയം 6:42 PM ആണ്. മീനമാസത്തിലെ വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്രതമാണ് പൈങ്കുനി വ്രതം എന്ന് പറയുന്നത്. ശൈവ ശാക്തേയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് മീനമാസം. അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ദുഃഖനിവൃത്തി കൈവരിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു മാസമാണ് മീനമാസം എന്ന് പറയുന്നത്. മീനമാസത്തെ വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് പൈങ്കുനി ഉത്രവ്രതം. ശിവപാർവതിമാരുടെ കല്യാണവും സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള വിവാഹവും സീതാദേവിയുടെ വിവാഹവും നടന്നത് ഈ പൈങ്കുനി ഉത്രത്തിനാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രതത്തിനെ കല്യാണവ്രതം എന്ന പേരിലും പ്രസിദ്ധമാണ്. മീനമാസത്തിലെ ഉത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസത്തിനെയാണ് പൈങ്കുനി ഉത്രം എന്ന് പറയുന്നത്. ആ ദിവസത്തിലാണ് നമ്മൾ പൈങ്കുനി ഉത്ര വ്രതം എടുക്കേണ്ടത്. എല്ലാ വർഷമൊന്നും ഇതേപോലെ ഉത്ര നക്ഷത്രവും പൗർണമിയും ഒത്തുവരുമൊന്നുമില്ല. അപ്പോൾ മീനമാസത്തിലെ ഉത്രം നക്ഷത്രം നോക്കിയിട്ട് വ്രതം അനുഷ്ഠിക്കാറ് ഉണ്ട്. പൈങ്കുനി ഉത്ര വ്രതത്തിനെ നമ്മൾ കല്യാണ വ്രതം എന്നുകൂടി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ. മുരുകൻ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ശ്രീരാമക്ഷേത്രങ്ങളിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വ്രതം പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ചിദംബരത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു പൈങ്കുനി വ്രതത്തിൻ്റെ ദിവസം ഭയങ്കര ആഘോഷമായിട്ടാണ് അവിടെ പൂജകളൊക്കെ നടത്തുക. അപ്പം ഇനി പൈങ്കുനി വ്രതം ആചരിക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിരാവിലെ എഴുന്നേറ്റിട്ട് പാർവതീദേവിയോടൊപ്പം വിവാഹഭാവത്തിൽ നിൽക്കുന്ന ശിവഭഗവാനെ ധ്യാനിക്കണം എന്നാണ് പറയുക. എഴുന്നേറ്റ ഉടനെ ശിവഭഗവാനെ പാർവതീ സമേതനായ ശിവഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ഉപാസനാമൂർത്തിയെയാണ് ആരാധിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മുമ്പിൽ 3 തവണ സാഷ്ടാംഗം പ്രണമിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും അത്യുത്തമമാണ്. 3 തവണ സാഷ്ടാംഗം പ്രണമിക്കുക. അതേപോലെ പ്രദക്ഷിണവും നടത്തിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പോരാൻ പാടുള്ളൂ. പിന്നെ വ്രതം എന്ന് പറയുന്നത് ഉപവാസമായിട്ടെടുക്കാം. അതിന് ശേഷം പായസം നേദിച്ചിട്ട് വൈകുന്നേരം പായസം നേദിച്ചിട്ട്, അതായത് പാലിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണവും പഴങ്ങളും കഴിക്കാം എന്നാണ് പറയുന്നത്. അതായത് അത് ഒരു നേരം മാത്രമേ അത് കഴിക്കാനും പാടുള്ളൂ. പിറ്റേന്ന് പ്രഭാത പൂജയ്ക്ക് ശേഷമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ പാരണ ചെയ്യേണ്ടത്. പൈങ്കുനി ഉത്രം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് തലേന്ന് മുതൽ തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ലഘുവായ ഭക്ഷണചര്യ പാലിക്കണം എന്നാണ് പറയുക. ഇനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അടുത്തുള്ളതെങ്കിൽ വ്രത ദിവസം രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഷഡാക്ഷരി ജപിച്ചിട്ട് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് തൊഴണം എന്നാണ്. അതാണ് ഏറ്റവും നല്ല വഴിപാട്. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സുബ്രഹ്മണ്യ സ്തോത്ര പാരായണം, ഉമാമഹേശ്വര സ്തോത്രം എന്നിവ ജപിക്കാവുന്നതാണ്. പിന്നെ എല്ലാ വ്രതങ്ങളെയും പോലെ തന്നെ പകൽ
ഉറക്കം നിഷിദ്ധാണ്. പകൽ ഉറങ്ങാൻ പാടില്ല. വൈകിട്ട് വീണ്ടും ക്ഷേത്ര ദർശനം നടത്തണം. ഈ ഒരു വ്രതത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ദേവതകൾ പോലും ജീവിത പങ്കാളിയെ നന്നായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, യോഗ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ എല്ലാ പുരാണങ്ങളും എടുത്തു നോക്കിയാലും മനസ്സിലാവും, അങ്ങനെ ഒരു ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാൻ മറ്റുള്ളവരുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. ദാമ്പത്യ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാൻ വേറെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിട്ടുള്ള എല്ലാ പുരാണങ്ങളിലും അവിടെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. രണ്ട് വ്യക്തികളാണ് അവരുടെ വ്യക്തിത്വത്തിന് മാന്യത നൽകിയിട്ട് അവരെ ജീവിക്കാൻ വിടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പൈങ്കുനി ഉത്രത്തിലേക്ക് വരാം. പൈങ്കുനി ഉത്ര വ്രതം എന്ന് പറയുന്നത് ദേവതകൾ പോലും എടുത്ത വ്രതമാണ് എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ വിവാഹം കഴിച്ചതും ബ്രഹ്മാവ് സരസ്വതി ദേവിയെ വിവാഹം ചെയ്തതും ചന്ദ്രൻ 27 നക്ഷത്രങ്ങളെ വിവാഹം ചെയ്തതും ഇന്ദ്രൻ ഇന്ദ്രാണിയെ വിവാഹം ചെയ്തതും മുരുക ഭഗവാൻ ദേവസേനയെയും വള്ളിയെയും വിവാഹം ചെയ്തതും സീതാദേവി ശ്രീരാമനെ വിവാഹം ചെയ്തതും കാമദേവൻ രതിയെ വിവാഹം ചെയ്തതും അതേപോലെ ശിവഭഗവാൻ പാർവതി ദേവിയെ വിവാഹം ചെയ്തതും എല്ലാം ഈ ഒരു കല്യാണ വ്രതവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതാണ് കല്യാണ വ്രതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, അയ്യപ്പസ്വാമിയുടെ ജന്മദിനം കൂടിയായിട്ടാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ആറാട്ട് നടക്കുന്നത് ഈ ദിവസമാണ്. അപ്പോൾ ദീർഘനാളായിട്ട് മംഗല്യ തടസ്സം അനുഭവിക്കുന്നവർക്ക് ഈ കല്യാണവ്രതം എടുത്താൽ മംഗല്യഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചൊവ്വാദോഷം, ദാമ്പത്യ ദുഃഖം എന്നിവ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ സന്താനങ്ങളുടെ അരിഷ്ടം, സന്താനലബ്ധി ഇല്ലായ്മ, എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം നേരിടുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പൈങ്കുനി ഉത്രവ്രതം എടുക്കുന്നത് അത്യുത്തമമായിട്ടാണ് കരുതുന്നത്. പിന്നെ ശനിദോഷ നിവാരണത്തിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. പിന്നെ പൈങ്കുനി വ്രതം ഉള്ള സമയത്ത് നമ്മൾ വഴിപാടുകൾ നടത്തുമ്പോൾ ഇരട്ടി ഫലം കിട്ടും എന്നാണ് വിശ്വാസം. പിന്നെ വ്രതം എടുക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ക്ഷേത്ര ദർശനവും എല്ലാം ഭക്തിയോടെയും, കളങ്കമില്ലാത്ത ഭക്തി അതാണ് വേണ്ടത്. കളങ്കമില്ലാത്ത ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതേപോലെ ഒരു വഴിപാട് നടത്തുന്നുണ്ടെങ്കിൽ ആ വഴിപാട് നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി ആ പ്രസാദം നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നവർക്ക് അതായത് വിശ്വാസമുള്ളവർക്ക് അത് വീതിച്ച് കൊടുക്കണം, വിതരണം ചെയ്യണം എന്നാണ്. അല്ലാതെ വഴിപാട് ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക എന്നുള്ളത് ശരിയല്ല. അപ്പോൾ മനസ്സിലുള്ള പ്രാർത്ഥനയും ഭക്തിയും ഉണ്ടെങ്കിൽ വഴിപാട് നടത്തുക. വഴിപാട് നടത്തുമ്പോൾ വഴിപാട് അത് പൂർണ്ണമാവുന്നവരെ ക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ശാസ്താപ്രീതിക്കായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഭൂതനാഥ സദാനന്ദ സർവാഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പൈങ്കുനി ഉത്രം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.